നീയായിട്ട് നമുക്കാരും ഇല്ലാത്തോരാ. ഈ വശീകരണത്തിന് വേണ്ടി നാരികളെ പ്രാപിക്കുമ്പോ ഇയാളായിരുന്നോ? താനെ പോന്നു. ഒരു കാര്യം എന്താണോ? ആരോട് ചോദിച്ചിട്ടാ അതിനകത്ത് കയറ്റേ? അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല, മൊത്തമാ. ഇനിയെങ്കിലും താൻ അതൊന്ന് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടിയല്ല. വേണ്ട, അത് കുറച്ച് മതി ഞങ്ങൾക്ക്. ഏതായാലും വിളിച്ചോണ്ടൊന്നു, കയ്യിലുള്ളത് അങ്ങ് തീർന്നോട്ടെ. വേണ്ടാന്ന്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം ഇയാളെ കൊണ്ട്, ഇല്ലെങ്കിൽ വിളിച്ചു പോയി ആളെ കൂട്ടും. ഒച്ച ഉണ്ടാക്കാതെ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ, ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. പൊയ്ക്കോളൂ ഉണ്ണി. അതെ, വേറൊന്നും അല്ല. ആ ചെറുക്കൻ വന്നു കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവന്റെ മുമ്പ് കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം, അത്രേ ഉള്ളൂ. സാരമില്ല, നമുക്കൊന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനിയൊരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും. അവിടെ ആകുമ്പോ നല്ല തണുത്ത സോഡയും കിട്ടും. വരിക, പോവാം. ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും, അതേ ഉള്ളൂ. ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? സ്ത്രീധനം കൊടുക്കാനില്ലാണ്ട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സംബന്ധക്കാരനെ. ഇങ്ങനെയൊക്കെ വന്ന് പെടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത്. മക്കൾക്ക് നന്മ ഉണ്ടാവണമെന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടാന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല അയാൾക്ക്. കാണിച്ചു കൊടുക്കാം. ഉണ്ണി, ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട. അറിഞ്ഞാൽ അത് മതി. അല്ലാണ്ട് എന്നെ ഒരുപാടായി നമുക്ക് വേണ്ടി. ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു എന്ന് കടലാസ് വന്നു. ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ. എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാര്. ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്വേഷിക്കാണ്ടിരിക്കോ? മോളിന്ന് കയറി വെട്ടിയിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? ചെയ്യാൻ പലതുണ്ട്. അത് ഞാനിനി പറഞ്ഞു തരണോ? ചെല്ലപ്പനില്ലേ കൂടെ? വന്നാൽ അയാളെ ഇവിടെ നിർത്തി പൊറപ്പിക്കരുത്. അതിലാ കാണണ്ടേ ചെല്ലപ്പന്റെ മിടുക്ക്. വന്ന വഴിക്ക് കെട്ടുകെട്ടണം. അതിനുള്ള വഴിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. വണക്കം പെരിയോരെ. വണക്കം. ഇന്ന് ഒരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. ചാപ്പിടുമോ എന്തോ? സാപ്പിടുക. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി കാരിയല്ല എന്നാ ഇருக்கு? சாப்பாடு அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി தண்ணி சாப்பாட்டுக்கு அப்புறம். അയ്യോ, ഇവിടൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ ചാപ്പാട്. ஓ, அந்த தண்ணியா? அதெல்லாம் தேவையில்லை. தேவையில்லை சொல்றேன். അത് വണ്ടിത്താഴത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ലൈസ് இருக்குல்ல, കൊണ്ടുവന്ന് വിടും. അല്ല സാർ. പോയാ ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ? എന്താ പോയി രണ്ടു മൂന്ന് വലിയ കഷ്ടം എടുത്തോണ്ടേ. അടേ, രക്തം വരുത്തുപ്പാ. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് എന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? തമ്പി, എന്ന വിഷയം? വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡർ വെച്ച് അവന്റെ തലയ്ക്കൊരടി വെച്ചു കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്.
അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ. നன்றி. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിൽ തല്ലും. 35 தாருங்க ஐயா, 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து கழுற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡൊന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. என்னடா அது வம்பு? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன்லாம் கண்டிட்டு இல்லையே. வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்திட்டு. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ஓ அப்படியா? அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், யூனியன் சட்ட பிரகாரம் நீ செய். ഏത് വേണമെന്നാലും സെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് ഷൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക மேப்ல எத்தனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மரட்டெல்லாம் என்கிட்ட வச்சுக்காத. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ஒருபாடு ஜோலி உண்டு. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ അല്ല, படா. ചെറുപ്പത്തില് ഞാൻ നമ്പൂതിരിക്കട്ടെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശോണ്ടേ മാസാമാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ, തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നാ. ഗോന്നുട്ടേട്ടൻ തഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു മൂടില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാൽ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും. ചെല്ലേ. ഓ, ഞാൻ പറയാം, ഞാൻ നല്ല മൂടില്ലല്ലോ. ആ ചെല്ലേ ചെല്ലേ. ഓ, തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചിലപ്പോ ആ നമസ്കാരം. என்னப்பா മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் வேணுமா? വേണ്ട, நாளைக்கு வேலைக்கு வந்து. മുതലാളി നേരത്തെ അറിയൂ? നിനക്ക് മാത്രമേ ഈ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതിയച്ചിക്കും കമലത്തിനും വിശേഷമൊന്നുമില്ലല്ലോ. ഒരു വിശേഷവുമില്ല, പരമസുഖം. പിന്നെ ഈയിടെയായിട്ടൊരു അസുഖമുണ്ട്, കിടന്ന ഉറക്കം വരായ്യ. വേറൊന്നുമല്ല, അവർക്കിപ്പോ എന്നെ എങ്ങനെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവരെന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നു കൊടുത്തിട്ടല്ലേ.
ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എന്റെ ആശ. മോഹം ഉണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാൻ നിന്നെ ഒരുത്തരും തടയാൻ പറ്റില്ല. പറഞ്ഞോ? പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? ആ, നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ. പിന്നെങ്ങനെ ശരിയാവുക? ആ, ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയാ വരാറ്? പണി കൂടുതലുണ്ടാകും ചിലപ്പോ. ഇല്ലെങ്കിലും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടക്കാനേ അവന് തോന്നും. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പേട്ടനും അതെന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ആ പ്രതീക്ഷ ഇനി വേണ്ട. അയാള് വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം.